എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മൊഡ്യൂൾ 1 എമിനൻറ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഗാന്ധിജി, ടാഗോർ എന്നിവരെ പറ്റിയെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ആ വീഡിയോസും അതിന് മുമ്പത്തെ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്വാമി വിവേകാനന്ദനെ പറ്റിയാണ്. 1863 1902 എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളതായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ വിവേകാനന്ദ എന്നുള്ള പേര് സ്വീകരിച്ചതാണ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു, റിനോഡ് തിങ്കർ ആയിരുന്നു, പ്രാക്ടിക്കൽ സെയിൻറ്റ് ഓഫ് മോഡേൺ ഇന്ത്യയാണ്, റിലീജിയസ് ആൻഡ് സോഷ്യൽ റിഫോമറാണ്, ഗ്രേറ്റ് ഒറേറ്ററാണ്, റൈറ്ററാണ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ലോകത്തിന് ഇന്ത്യൻ ഫിലോസഫി അതുപോലെ തന്നെ ക്ലാസിക്കൽ യോഗയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫാദർ വിശ്വനാഥ് ദത്ത ഒരു സക്സസ്ഫുൾ പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു കൽക്കട്ട ഹൈക്കോർട്ടിൽ. അതുപോലെ തന്നെ മദർ ഭുവനേശ്വരി ദേവി നല്ല ഡീപ്പ് ഡിവോഷനും സ്ട്രോങ് ക്യാരക്ടറും അതർ ക്വാളിറ്റീസൊക്കെ ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു പ്രോഗ്രസീവ് അപ്രോച്ചും മദറിൻ്റെ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു ഐഡിയൽസും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തിങ്കിങ് പേഴ്സണാലിറ്റീനെയും ക്യാരക്ടറിനെയും ഒക്കെ മൗൾഡ് ചെയ്തെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്വാമി വിവേകാനന്ദ ഗ്രാജുവേഷൻ നടത്തിയത്. ഫിലോസഫി റിലീജിയനുമായിരുന്നു അദ്ദേഹത്തിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചത് ദ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ജനുവരി 12 അന്ന് ഇന്ത്യയിൽ നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നതാണ്. സെയിൻറ്റ് രാമകൃഷ്ണനെ കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിട്ട് തന്നെ കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് പിന്നീട് അദ്ദേഹം കരുതിയത് രാമകൃഷ്ണനെയാണ്, സെയിൻറ്റ് രാമകൃഷ്ണനെയാണ്. അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആണ് അദ്ദേഹം 1897 രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്ത്. ഇത് ഓർഗൻ ഓഫ് സോഷ്യൽ സർവീസാണ്. ഇത് കൽക്കട്ടയിലാണ്. ഇത് ബേസ് ചെയ്തിരിക്കുന്ന കർമ്മയോഗയിലാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബലൂർ മതിലാണ്. മെയിനായിട്ട് ഇവിടെ വേദാന്തയുടെ ആ ഒരു പ്രാക്ടിക്കൽ വേദാന്തയുടെ പ്രൊപ്പഗേഷനാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹ്യൂമനിറ്റിയുടെ ഡിഗ്നിറ്റിയിൽ ബിലീവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരിൽ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റി ഓഫ് സോൾ, ഗോഡ് എന്നിവയിലൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം 4 പാത്താണ് ഷോ ചെയ്തിട്ടുള്ളത്. ഒന്ന് പാത്ത് ഓഫ് വർക്ക്, പിന്നെ വർഷിപ്പ്, കണ്ടംപ്ലേഷൻ, നോളജ് എന്നിവയാണവ. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഫിലോസഫി ഓഫ് വിവേകാനന്ദ, അതായത് വിവേകാനന്ദയുടെ ഫിലോസഫിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെയാണ് യൂണിവേഴ്സൽ റിയാലിറ്റി ആയിട്ട് അദ്ദേഹം കരുതപ്പെടുന്നത്. അതായത് എല്ലാവരുടെയും മൈൻഡിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേൾഡിൽ നടക്കുന്ന എല്ലാ ഫിനോമിനയും അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒൺലി റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് ദൈവമാണ്. ഗോഡ് എന്ന് പറയുന്ന ഒരു സുപ്രീം പവറാണ്, ഒമിനിസെൻ്റ് ആണ്, അതായത് നോയിങ് എവരിത്തിങ്. അതായത് നമ്മുടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. അദ്ദേഹം ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ് ആണ്, അതുപോലെ ഇൻഫിനിറ്റ് നോളജ് ആണ്, ഇൻഫിനിറ്റ് ബ്ലിസ്സുമാണ്. മനുഷ്യൻ എന്ന് പറയണത് ദൈവത്തിൻ്റെ ഒരു ഇൻകാർണേഷനാണ്. ദൈവം എന്ന് പറയണത് മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് എന്നാണ് സ്വാമി വിവേകാനന്ദ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിനോടുള്ള ഏറ്റവും നല്ല വർഷിപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യുക, അവന് സർവീസ് ചെയ്യുക എന്നുള്ളതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, റിലീജിയൻ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ത്രൂ സെൽഫ് കൺട്രോൾ, അതായത് സെൽഫ് കൺട്രോളിലൂടെ നമ്മളെപ്പറ്റി റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് റിലീജിയൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ റിലീജിയൻ്റെയും എസൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇതെല്ലാം നമ്മളെ സെയിം ഗോളിലോട്ടാണ് നയിക്കുന്നത് എന്നാണ് സ്വാമി വിവേകാനന്ദ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ റിലീജിയൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ലവ്, അതായത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.
അതുപോലെ തന്നെ വേദാന്തേന് സയൻസ് അല്ലെങ്കിൽ വേദാന്തയും സയൻസ് കോമൺ പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ രണ്ട് പേർക്കും രണ്ട് കേസിൽ കോമൺ പ്രിൻസിപ്പിളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ജീവ എന്ന് പറയുന്നത് ശിവയാണ്, അതായത് എല്ലാ ഇൻഡിവിജ്വലിനും ഒരു ഡിവിനിറ്റി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇഗ്നോറൻസിൽ നിന്നും സഫറിങ്ങിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മ എന്ന് പറയണതാണ് ട്രൂ റിയാലിറ്റി, അത് ദൈവവുമായിട്ട് ഐഡൻറ്റിക്കൽ ആണ് എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എസെൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷന് അദ്ദേഹം ഒരിക്കലും ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആയിട്ടല്ല കരുതപ്പെടുന്നത്, അതൊരു മാൻ മേക്കിംഗ് ആണ്, ലൈഫ് ഗിവിംഗ് ആണ്, അതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡിങ്ങും ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോബിൾ ഐഡിയാസിൻ്റെ ഒരു അസിമുലേഷനായിട്ടാണ് സ്വാമി വിവേകാനന്ദ കരുതുന്നത്. നെക്സ്റ്റ് പറയുന്ന കാര്യമാണ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്, നെഗറ്റീവ് തോട്ട്സ് മനുഷ്യനെ വീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് യങ് ഗേൾസിനെയും ബോയ്സിനെയും നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യണം, അവരെ ഒരിക്കലും എപ്പോഴും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കരുത്, അവർ ടൈം അനുസരിച്ച് അവർ ഇമ്പ്രൂവ് ചെയ്ത് വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് റിലീജിയനെ പറ്റിയാണ്. റിലീജിയൻ നമ്മൾ പറഞ്ഞു ജീവ ഈസ് ശിവയാണ്, അതുപോലെ തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്നതാണ്, അതായത് ബാക്കിയുള്ളവർക്ക് നമ്മൾ സർവീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു വർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ലവിനെ പോലെ തന്നെ ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു റിലീജിയൻ്റെ ബേസിസ്, അതായത് ലവ് ആണ് ഗോളെങ്കിൽ ട്രൂത്ത് ആണ് എല്ലാ റിലീജിയൻ്റെയും ബേസിസ്. നമ്മൾ പറഞ്ഞു എല്ലാ റിലീജിയനും സെയിം ആണ്, അതിൻ്റെ എസൻസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്, കാരണം ഗോൾ ലവും അതുപോലെ തന്നെ ബേസ് എന്ന് പറയുന്നത് ട്രൂത്തുമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ. സെക്ടേറിയൻ വയലൻസും അതുപോലെ തന്നെ ഗ്രോയിങ് ഇൻടോളറൻസും എല്ലാം നമ്മുടെ സോഷ്യൽ ഹാർമണിനെ നാഷണൽ സെക്യൂരിറ്റിനെയും തകർത്ത് കളയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഹ്യൂമൻ മൈൻഡിന് വലിയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ബാക്കിയുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരോടും ചെയ്യരുത് എന്നുള്ളതാണ്, അത് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാമിജി ഹ്യൂമൻ മൈൻഡിനെ ഒരു മങ്കി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് മങ്കി എപ്പോഴും റെസ്റ്റ്ലെസ് ആണ്, അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ്ലി ആക്റ്റീവ് ബൈ ഹിസ് ഓൺ നേച്ചർ. അതായത് നമ്മുടെ മങ്കിയും നമ്മുടെ മനുഷ്യൻ്റെ മൈൻഡും ഒരുപോലെയാണെന്നാണ് പറയുന്നത്, എപ്പോഴും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുത്ത മറ്റൊരു കാര്യമാണ് വിമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ജെൻഡറിൻ്റെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ജെൻഡറിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം അൺഫെയർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം മെൻ വ്യുമൺ എന്ന് കാണരുതെന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീങ് എന്ന ലേബലിൽ കാണാൻ അല്ലെങ്കിൽ കരുതാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മദർഹുഡിനും അതുപോലെ തന്നെ ഈ ഫോർഗീവിങ് മദർ ആ ഒരു നേച്ചറിനൊക്കെയും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ, ക്രിയേഷൻ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ നമ്മളോടെല്ലാവരോടും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവേഴ്സിന് നമ്മൾ ഫുൾ കോൺഫിഡൻസ് വെക്കണം എന്നുള്ളതാണ്. അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് സെൽഫ് സറണ്ടർ, സാക്രിഫൈസ്, റിനൗൺസിയേഷൻ ഓഫ് മെറ്റീരിയൽ പ്ലഷർ ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ് എന്നിവയെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷനിലൂടെയാണ് ഈ ക്വാളിറ്റീസൊക്കെ നമ്മളിൽ ഇൻകൾക്കേറ്റ് ആകുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാമിജിയുടെ വേർഡ്സിൽ ഫെയ്ത്ത് ഇൻ അസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഈസ് ദ സീക്രട്ട് ഓഫ് ഗ്രേറ്റ്നെസ്. അതായത് ഒരാൾ ഗ്രേറ്റ് ആകുന്നതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്ന് പറയുന്നത് അവനിൽ തന്നെയുള്ള വിശ്വാസവും ദൈവത്തിൽ ഉള്ള വിശ്വാസമാണെന്നാണ് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ക്യാരക്ടറാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഒരു മൈൻഡിൻ്റെ സം ടോട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിൻ്റെ ഒരു റിസൾട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ റിയൽ നേച്ചർ മാനിഫെസ്റ്റ് ചെയ്യാനും എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി വഴിയാണ് നമ്മളെപ്പറ്റി മറ്റുള്ളവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പേഴ്സണാലിറ്റീനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റീച്ചിങ് പെർഫെക്ഷൻ. എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രൈം എയിമായിട്ട് കരുതപ്പെടുന്നത് ഫുൾ പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ഒരു പെർഫെക്ഷൻ അതിൻ്റെ മൊത്തത്തിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ മെറ്റീരിയലായിട്ട് സ്പിരിച്വൽ നോളജ് എല്ലാം നമ്മുടെ ഉള്ളിൽ പ്രസൻ്റ് ആണ്, പക്ഷേ ഇഗ്നോറൻസ് വഴി നമ്മളത് മൂടപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം അതെല്ലാം മാറ്റി നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ നമ്മളെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ലക്ഷ്യമായിട്ട് അദ്ദേഹം കരുതപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്.
അതായത് നമ്മൾ നാഷണൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഫിയർലെസ് ആയിട്ട് വേണം വളരാനായിട്ട്. അതുപോലെ തന്നെ ഫിസിക്കലി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് വളരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് അദ്ദേഹം വളരെയധികം സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഗാന്ധിജി പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എഡ്യൂക്കേഷൻ ഒരാളെ പ്രാപ്തനാക്കണം എന്നാണ്. നമ്മൾ ഒരിക്കലും ഒരു പാരസൈറ്റ് ഓൺ അതേഴ്സ്, അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാകരുത്, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. സ്വാമി വിവേകാനന്ദ പറയുന്ന ഒരു നേഷൻ്റെ ഗ്രേറ്റ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂഷനും ആക്ടിവിറ്റീസും വഴി മാത്രമല്ല, മറിച്ച് അവിടുത്തെ സിറ്റിസൻ്റെ ഗ്രേറ്റ്നെസ് വഴി കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ എഡ്യൂക്കേഷൻ നമ്മുടെ മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനെ ഫോസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഗ്രേറ്റ് ആയിട്ടുള്ള സിറ്റിസൺസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് റിലീജിയസ് ഡെവലപ്മെൻറ്റ്. അതായത് ഓരോ ഇൻഡിവിജ്വലും ഒരു റിലീജിയസ് സീഡിനെ സെർച്ച് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുണ്ടത്, നമ്മൾ അതിനെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്ത് എന്താണ്, റിയാലിറ്റി എന്താണെന്ന് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് ഓഫ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിന് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് പ്യൂരിഫൈഡും സപ്ലിമേറ്റഡും ആകുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെർച്ചിങ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അതായത് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണുക എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. നെക്സ്റ്റ് വരുന്നതാണ് എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്വധർമ്മ. അതായത് നമ്മളായിട്ട് വളരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരിക്കലും ബാക്കിയുള്ളവരെ കോപ്പി അടിക്കാനായിട്ട് പോകരുത്. അതായത് ഓരോ കുട്ടീനെ അവൻ്റെ ഇന്നർ നേച്ചർ എന്താണ് അതനുസരിച്ച് വളരാനായിട്ട് അവനെ പ്രാപ്തനാക്കണം എന്നാണ് സ്വാമിജി പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കരിക്കുലം എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രിയിൽ നിലനിന്നിരുന്ന ആ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ അദ്ദേഹം ഫേവർ ചെയ്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ നമ്മുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് അതൊരു കൾമിനേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് നോളജ് വിസ്ഡം. അതായത് ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും നോളജിൻ്റെ ഒരു സിന്തസിസ് ആയിരിക്കണം, വേദാന്തയുടെയും സയൻസിൻ്റെ ഒരു സിന്തസിസ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കരിക്കുലത്തിനൊരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷനെ കണ്ടിരുന്നു. ഗെയിംസും സ്പോർട്സും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കരിക്കുലത്തിൽ. ഇനി കൾച്ചറൽ ഹെറിറ്റേജിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് ഹിസ്റ്ററി, പോയട്രി, ലാംഗ്വേജസ്, ഗ്രാമർ, റിലീജിയൻ, ഫിലോസഫി, വേദാന്തിക് സ്റ്റഡീസ്, മഹാഭാരത, രാമായണ സ്റ്റഡിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടിരുന്നു. ഇനി ലാംഗ്വേജസിലോട്ട് വരുമ്പോൾ റീജിയണൽ ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ്, ലിങ്ക് ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സയൻറ്റിഫിക് നോളജ് പഠിക്കാനായിട്ട് മോഡേൺ സയൻസിൻ്റെ വേരിയസ് ബ്രാഞ്ചസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെസ്റ്റേൺ ടെക്നോളജി, എഞ്ചിനീയറിംഗ് ഒക്കെ. അതുപോലെ തന്നെ വൊക്കേഷണൽ സബ്ജക്ട്സ്, ഹോം സയൻസ് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സാൻസ്ക്രിറ്റ് ഫോംസിൻ്റെ പഠനത്തിൽ അതിൻ്റെ ടീച്ചിങ്ങിനും സ്വാമി വിവേകാനന്ദ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റിൽ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്ത്യൻ കൾച്ചർ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സാൻസ്ക്രിറ്റ് ഫോമിൻ്റെ ടീച്ചിങ്ങും അദ്ദേഹം കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലോട്ട് വരുമ്പോൾ സ്വാമിജി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ പഠിക്കാനായിട്ട് അവരെ പ്രാപ്തനാക്കണം എന്നുള്ളതാണ്. നോളജ് അവരുടെ ഉള്ളിലുണ്ട്, നമ്മളുടെ ഒരു അല്ലെങ്കിൽ ലേണിംഗ് വഴി നമ്മൾ അതിൻ്റെ ഒരു ഫങ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹം നിഷ്കർഷിച്ച കാര്യം. മദർ ടങ്ങിൽ വേണം പഠിപ്പിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ നല്ല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം വളരെയധികം വിശ്വസിച്ചിരുന്നു. ലവ്, ഫെയ്ത്ത്, റിവറൻസ് ഫോർ ഗുരു, ഹെൽപ്പ്, ഗൈഡൻസ്, ബ്രഹ്മചര്യ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അൻഷ്യൻ്റ് സ്പിരിച്വൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെയും ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനും ഒക്കെ വിവേകാനന്ദ ഫേവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ന്യൂ ഇൻസൈറ്റ് കിട്ടാനായിട്ട്, ന്യൂ നോളജ് ലഭിക്കാനായിട്ട് ലെക്ചേഴ്സും സെൽഫ് എക്സ്പീരിയൻസും ഉൾപ്പെടുത്തണം. നമ്മുടെ തോട്ടിന് ക്ലാരിറ്റി കിട്ടാനും ഐഡിയാസ് അസിമുലേറ്റ് ചെയ്യാനായിട്ട് ഡിസ്കഷൻ, കണ്ടംപ്ലേഷൻ എന്നിവ ഉൾപ്പെടുത്തി.
മെഡിറ്റേഷൻ, യോഗ, കോൺസെൻട്രേഷൻ എന്നിവ ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മെൻ്റൽ പവേഴ്സും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെൻ്റൽ ഫാക്കൽറ്റീസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. സോഷ്യൽ വെർച്യൂസിൻ്റെ ലേണിങ്ങിനായിട്ട് സർവീസ് ടു കമ്മ്യൂണിറ്റി വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതും അദ്ദേഹം മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റിലീജിയനെ പറ്റി, കൾച്ചറിനെ പറ്റി, ലാംഗ്വേജിനെ പറ്റി, നേച്ചറിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ഐഡിയൽ മെത്തേഡ് എന്ന് പറയുന്നത്, ഐഡിയൽ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ട്രാവലിംഗ് ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങും അദ്ദേഹം മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിൽ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണെന്നാണ് സ്വാമി വിവേകാനന്ദ വിശ്വസിച്ചിരുന്നത്. ഈ എക്സ്റ്റേണൽ ടീച്ചർ നമുക്ക് സജഷൻസ് മാത്രമാണ് ഓഫർ ചെയ്യുള്ളൂ. ഇൻറ്റേർണൽ ടീച്ചറാണ്, അതായത് നമ്മൾ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു കുട്ടീനെ ലയൺ ഒരു സിംഹത്തെ പോലെ ആകാനായിട്ട് അവനെ പ്രാപ്തനാക്കണം എന്നാണ് സ്വാമി പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫോക്സിനെ പോലെ ആയി പോകുക എന്നാണ് സ്വാമിജി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡൂസ് ഡോൺസ് ഒക്കെ റെഡ്യൂസ് ചെയ്യണം, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ളതൊക്കെ ആ ഒരു പറച്ചിൽ നമ്മൾ നിർത്തിയിട്ട് കുട്ടികൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ ഗുരു സെറ്റ് ചെയ്തിരിക്കുന്ന ലൈഫ് എക്സാമ്പിൾസ് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പ്യൂരിറ്റി ഓഫ് തോട്ട്, ഡീഡ്, ആക്ഷൻസ്, അതുപോലെ തന്നെ ബ്രഹ്മചര്യ, ഇതിലൂടെയൊക്കെ നമ്മുടെ ആ ഒരു ഇൻഡിസിപ്ലിൻസിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അൺഡു ഡോമിനേഷനും അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ആ ഒരു എക്സസീവായിട്ടുള്ള അതോറിറ്റി അതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. കുട്ടികളെ ആ ഒരു നാച്ചുറൽ ഗ്രോത്ത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ അവർ നാച്ചുറലായിട്ട് വളരണം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി ടീച്ചറിൻ്റെ റോളിനെ പറ്റി പറയുമ്പോൾ ടീച്ചർ ഒരു ലോട്ടസിനെ പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ലോട്ടസ് ഓപ്പൺ ആയി കഴിയുമ്പോൾ, ലോട്ടസ് വിടർന്ന് കഴിയുമ്പോൾ ഹണി സീക്ക് ചെയ്യാനായിട്ട് ബീസ് എല്ലാം കൂടെ വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ക്യാരക്ടർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അവിടെ ഡിസിപ്ലിൻസ് വന്ന് നോളഡ്ജ് സീക്ക് ചെയ്യണം, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി സീക്ക് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർ എപ്പോഴും സിമ്പിൾ ലിവിങ്ങും ഹൈ തിങ്കിങ്ങും ഉള്ളൊരു വ്യക്തിയായിരിക്കണം. തൻ്റെ പേഴ്സണൽ ഗെയിൻസൊക്കെ റിനൗൺസ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് സർവീസ് ചെയ്യാനായിട്ട് തൻ്റെ ലൈഫ് മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ടീച്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു മനസ്സും നല്ല ഹാർട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം ടീച്ചർ. കുട്ടികളുടെ ആ ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുക മാത്രമല്ല ഒരു ഹൈ ക്യാരക്ടറും ട്രൂത്ത്ഫുൾനെസ്സും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ടീച്ചർ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സെൻസിൻ്റെ ഒക്കെ ഒരു കൺട്രോൾ ടീച്ചറിന് നന്നായിട്ടുണ്ടായിരിക്കണം. ഡെഡിക്കേറ്റഡും കമ്മിറ്റഡും ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ടീച്ചർ. ടീച്ചർ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എന്താണോ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ടീച്ചർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ നോക്കാം. മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ഒരു അപ്പോസ്റ്റലായിട്ടാണ് സ്വാമി വിവേകാനന്ദനെ കരുതപ്പെടുന്നത്. ഹ്യൂമാനിറ്റിയോടുള്ള ലവ്, സെൽഫ് സാക്രിഫൈസ് എന്നിവയിലൊക്കെ നമ്മൾ ദൈവത്തെ റിയലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ റിയലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം എന്നാണ് സ്വാമി വിവേകാനന്ദ. ആ ഒരു മോഡ് ഓഫ് വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുമ്പോട്ട് വെച്ച ആശയങ്ങളൊക്കെ ഭയങ്കര സയൻറ്റിഫിക് ആയിരുന്നു. മോഡേൺ സൈക്കോളജിസ്റ്റൊക്കെ അത് എൻഡോസ് ചെയ്തിട്ടുണ്ട്. അതായത് ആപ്റ്റ് എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അത് തന്നെയാണ് മോഡേൺ എഡ്യൂക്കേഷനിസ്റ്റുകൾ, മോഡേൺ സൈക്കോളജിസ്റ്റുകൾ മുമ്പോട്ട് വയ്ക്കുന്ന പഠന രീതി എന്ന് പറയുന്നത്. റിലീജിയസ് എഡ്യൂക്കേഷന് പ്രാക്ടിക്കൽ ഫോം നൽകിയ ആദ്യത്തെ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന. വുമൻസിൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള മാസസ് വെച്ചാൽ ആ ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ആ ഹോൾ മാസസിനും എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. വുമൺ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വഴി നല്ല ഹോം ഉണ്ടാകും, നല്ല പീപ്പിൾ, നല്ലൊരു സൊസൈറ്റി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ നേഷൻ പ്രോസ്പെറസ് ആവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് വുമൺസ് എഡ്യൂക്കേഷൻ വളരെയധികം പ്രാധാന്യം കൊടുത്തത്. ഇൻ്റർനാഷണൽ ബ്രദർഹുഡിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അതായത് നമ്മുടെ ആ ഒരു രാജ്യത്തെ ആൾക്കാരുടെ നീഡ്സും അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും നാഷണൽ ട്രഡീഷൻസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ 1899 സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. പിന്നെ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് അപ്രോച്ചസിൻ്റെ ഒരു അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സിന്തസിസ് ആയിരുന്നു. വെച്ചാൽ എല്ലാത്തിൻ്റെ അകത്തുനിന്ന് നല്ല കാര്യങ്ങൾ എടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിൻ്റെ അകത്ത് ഐഡിയലിസത്തിൻ്റെയും നാച്ചുറലിസത്തിൻ്റെയും പ്രാഗ്മാറ്റിസത്തിൻ്റെയും വേദാന്തയുടെയും സയൻറ്റിഫിക്കിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും അതുപോലെ സ്പിരിച്വലിൻ്റെ മെറ്റീരിയൽ ആസ്പെക്ട്സിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും നല്ല ഗുണങ്ങൾ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വിദ്യാഭ്യാസ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കരുതുന്നത്. സ്വാമി വിവേകാനന്ദയുടെ ഒറിജിനൽ നെയിം നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരു സിംഗറായിരുന്നു, തിങ്കറായിരുന്നു, സോഷ്യൽ റിഫോമറായിരുന്നു, ഗ്രേറ്റ് ഒറേറ്ററായിരുന്നു, എഡ്യൂക്കേഷനിസ്റ്റൊക്കെ ആയിരുന്നു. ഇന്ത്യൻ ഫിലോസഫിയും ക്ലാസിക്കൽ യോഗയും ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന ഫേമസ് കോട്ട് പറഞ്ഞത് സ്വാമി വിവേകാനന്ദയാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതും സ്വാമി വിവേകാനന്ദയാണ്. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ അദ്ദേഹം ദൈവത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സർവീസ് ടു മെന്നിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. ലവിനും ട്രൂത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫിയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ വുമൺ എഡ്യൂക്കേഷന്, പോസിറ്റീവ് എഡ്യൂക്കേഷന്, നാഷണൽ ഇൻ്റഗ്രേഷന്, ഹ്യൂമൻ മൈൻഡിൻ്റെ ആ ഒരു എസൻസ്, പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്നിവയെല്ലാത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. എയിം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, നല്ല ക്യാരക്ടർ ബിൽഡ് ചെയ്യുക, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക, ഫിസിക്കൽ, മോറൽ, സ്പിരിച്വൽ, മെൻ്റൽ ഡെവലപ്മെൻറ്റ്, യൂണിറ്റി, ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി, യൂണിവേഴ്സൽ ബ്രദർഹുഡിൻ്റെ പ്രൊമോഷൻ എന്നിവയെല്ലാത്തിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ കരിക്കുലത്തിലോട്ട് വരുമ്പോൾ ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും വേദാന്തയുടെയും സയൻസിൻ്റെയും ഒക്കെ ഒരു സിന്തസീസ് ആയിരുന്നു. ഗെയിംസിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തു, സയൻസ് സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തു, സാൻസ്ക്രിറ്റ് ഫോമിൻ്റെ ടീച്ചിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. മദർ ടങ്ങിലായിരിക്കണം പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികൾ സ്വയം പഠിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. സർവീസ് ടു കമ്മ്യൂണിറ്റി, ട്രാവലിങ് എന്നിവയ്ക്കെല്ലാം അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഡിസിപ്ലിനോട്ട് വരുമ്പോൾ ഒത്തിരി എക്സസീവായിട്ടുള്ള ഒരു ഡോമിനേഷനും അതോറിറ്റി ഒന്നും കാണിക്കരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കരുത്. അവർക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം മെയിനായിട്ട് മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. ടീച്ചർ എന്ന് പറയുന്നത് നല്ല ഐഡിയൽസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു വ്യക്തിയായിരിക്കണം. കുട്ടികളുടെ ഉള്ളിൽ നല്ല വാല്യൂസൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ ഒരു ടീച്ചിങ്ങിനൊരു സർവീസായിട്ട് കരുതപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ എന്താണോ പറയുന്നത് അത് ജീവിതത്തിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ടീച്ചർ എന്നാണ് സ്വാമി വിവേകാനന്ദ പറയുന്നത്. കോൺട്രിബ്യൂഷനിലോട്ട് വരുമ്പോൾ സയൻറ്റിഫിക് വേ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ വുമൺസിൻ്റെ എഡ്യൂക്കേഷനും ഇലിറ്ററേറ്റ് മാസിൻ്റെ എഡ്യൂക്കേഷനും വളരെയധികം പ്രാധാന്യം കൊടുത്തു. ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അപ്രോച്ചസിൻ്റെ ഒരു അമാൾഗമേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ സ്വാമി വിവേകാനന്ദയായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്